ഹായ് ഫ്രണ്ട്സ്, ആദർശിൻ്റെയും നയനിയുടെയും ഒരു പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ആദ്യം തന്നെ കാണിക്കുന്നത് അനാമികയാണെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് ദേവയാനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജാനകി ഉണ്ട് കൂടെ. അങ്ങനെ ദേവയാനിക്ക് ജ്യൂസ് കൊടുത്തുകൊണ്ട് അനാമിക ഇങ്ങനെ പറയുന്നുണ്ട്, വല്യമ്മേ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും ജാനകി പറയുന്നുണ്ട്, എന്താ ഏട്ടത്തി ഇവിടുന്ന് ഒരുത്തി പോയിട്ടുണ്ടല്ലോ, ടൂറ് പോയവള് വിളിക്കുമല്ലോ ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, അങ്ങോട്ടും വിളിച്ചു ഇങ്ങോട്ടും വിളിക്കു വെച്ചു, എന്താ ജാനകി എന്ന് ചോദിച്ചു. ഒന്നുമില്ല ഏട്ടത്തി, ഇങ്ങനെ വിട്ടുകൊടുത്ത് ഇങ്ങനെ വിടുന്നതൊന്നും ശരിയല്ല, അവര് തമ്മിൽ കൂടുതൽ അടുക്കാൻ അത് കാരണമാകത്തേ ഉള്ളൂ. പിന്നെ ഏട്ടത്തിയുടെ സ്ഥാനം പടിക്ക് പുറത്താ എന്നൊക്കെ ഇങ്ങനെ ഓരോ കുശുമ്പുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ജാനകി. അത് കഴിഞ്ഞിട്ട് അനാമിക പറയുന്നുണ്ട്, വല്യമ്മേ ഇനിയിപ്പോൾ 5ാം മാസ ചടങ്ങാന്നും പറഞ്ഞിട്ട് നടത്തുന്നുണ്ടല്ലോ, ആ നന്ദു ഇങ്ങോട്ട് വരും, അതെനിക്ക് തീരെ ഇഷ്ടമല്ല. അവള് 5ാം മാസം ചടങ്ങ് നടത്താനാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുന്നതൊക്കെ വേറെ, അവളും അവളുടെ അച്ഛനും അമ്മയും കൂടി ഇങ്ങോട്ട് വരുന്നത് വേറെ ഉദ്ദേശത്തിനാണ്. അപ്പോൾ അവൾ ഇങ്ങോട്ട് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോഴേക്കും ജാനകിയും പറയുന്നുണ്ട്, അതേ ഏട്ടത്തി എന്തിനാ അവൾ ഇങ്ങോട്ട് വരുന്നത്, അനിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അറിയാവുന്നതല്ലേ, അപ്പോൾ പിന്നെ അവൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന നവ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ അനിയത്തി ഇങ്ങോട്ട് വരിക തന്നെ ചെയ്യും, എൻ്റെ 5ാം മാസ ചടങ്ങാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വേറെ ഒരുപാട് കുടുംബക്കാരെയൊന്നും വിളിച്ചിട്ടില്ല, എൻ്റെ അനിയത്തിയും അച്ഛനും അമ്മയും വരുന്നുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ജാനകി ഇങ്ങനെ കളിയാക്കി ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ഇനി ഇതിനു വേണ്ടി കുടുംബക്കാരെവിടുന്നാണ് കിടക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും നവ്യ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. നവ്യ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള കുടുംബക്കാരൊക്കെ ഉണ്ട്, എന്നാൽ അവരെ ആരെയും വിളിച്ചിട്ടില്ല, എന്നാൽ എൻ്റെ ചടങ്ങിന് എൻ്റെ അനിയത്തിയും അച്ഛനും അമ്മയും വരുമെന്ന് തന്നെയാണ് പറഞ്ഞതെന്ന് പറയും. അപ്പോഴേക്കും അനാമിക ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് പോയവൾ മാത്രമല്ല ഈ 5ാം മാസക്കാരിയിൽ ഇവളുടെ ഉദ്ദേശം അത് തന്നെയാണ്, അനിയുമായിട്ട് സംസാരിക്കാനായിട്ട് ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന ദേവയാനി പറയുന്നുണ്ട്, ഇതിനകത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചടങ്ങ് നടത്തുന്നത് അച്ഛനും അമ്മയാണ്, അപ്പോൾ മോള് പോയി എന്ത് ചെയ്യുക, അച്ഛനോടും അമ്മയോടും കൂടി ഈ കാര്യം ഒന്ന് പറ, അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജാനകിയും അനാമികയും കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നവ്യ പറയുന്നുണ്ട്, കണ്ടില്ലേ വലിയ അമ്മായി, എനിക്ക് എൻ്റെ അനിയത്തി ഇവിടെ വരുന്നതോ എടുക്കുന്നോ ഒന്നും ഇഷ്ടമല്ല, അല്ലേ തന്നെ എന്നെയും എൻ്റെ അനിയത്തിയൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ലല്ലോ, ഞങ്ങൾ അനാമികയ്ക്ക് വേണ്ടി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്താണ് ജീവിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇതിനൊന്നും മറുപടി കൊടുക്കാതെ ഇങ്ങനെ ദേവയാനി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന മുത്തശ്ശിയുടെ റൂമിലേക്ക് ജാനകി ഇങ്ങനെ ചെല്ലുന്നുണ്ട്. കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും മുത്തശ്ശി പറയുന്നുണ്ട്, അതെന്താ ജാനകി അങ്ങനെ പറയുന്നത്, നവ്യയുടെ 5ാം മാസ ചടങ്ങാണല്ലോ നടത്തുന്നത്, അപ്പോൾ അവളുടെ അനിയത്തി വരണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും, തന്നെയല്ല നന്ദുവിനോട് ഉറപ്പായിട്ടും വരണമെന്ന് ഞാനാണ് വിളിച്ചു പറഞ്ഞത്, അതുകൊണ്ട് അവൾ വരിക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക ഇങ്ങനെ ഒരുപാട് അതിനെ വാദിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അനാമിക പറയുന്നുണ്ട്, അനിയും അവളും അടുക്കാൻ വേണ്ടിയിട്ടാണ് അവള് ഇവിടെ വന്ന് അവള് എന്നെ അടിച്ചത് വരെയാണ്, അപ്പോൾ എന്തായാലും അവളെ ഇവിടെ വരാൻ സമ്മതിക്കില്ലെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ അനിയെ ഒരു പങ്കാളി വഴി പഴിച്ചു പോയാൽ അതിനെ നേർവഴിക്ക് കൊണ്ടുവരേണ്ടത് മറ്റൊരു പങ്കാളിയുടെ ഉത്തരവാദിത്തമാണ്, അത് ചെയ്യാതെ ഏത് നേരം അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്ന പിന്നെ എങ്ങനെയാണ് ശരിയാകുക. ഇപ്പൊ ആദർശിനെ നയനയാണ് ഇക്കാര്യത്തിൽ മോള് മാതൃകയാക്കേണ്ടത്. അവരെ വിവാഹം കഴിഞ്ഞ സമയത്ത് കീരിയും പാമ്പും പോലെയായിരുന്നു, എന്നാൽ നയനയുടെ നന്മ കൊണ്ടാണ് അവർ ഇത്രയും ഇപ്പോൾ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതും ഇപ്പൊ അവര് ടൂർ പോയിരിക്കുന്നതും ഒക്കെ കണ്ടില്ലേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ആദർശിനെ നയനമോൾ എങ്ങനെയാ മാറ്റിയെടുത്തത്, സ്നേഹം കൊണ്ട്. അപ്പോൾ ആ സ്നേഹം കൊണ്ട് തന്നെ മോക്കും അങ്ങനെ മാറ്റിയെടുക്കണമെന്ന് പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, അവൻ എന്നോട് സ്നേഹം ഉണ്ടെങ്കിലല്ലേ പറ്റൂ എന്ന് ചോദിക്കുമ്പോഴേക്കും
മുത്തശ്ശൻ പറയുന്നുണ്ട്, മോക്ക് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും അനാമിക ഒന്നും മറുപടി പറയാനില്ലാതെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് പോലും നന്ദുവിനോട് ഇവിടെ വരണ്ടെന്ന് പറയാനുള്ള അവകാശമില്ല. കാരണം അവളുടെ 2 ചേച്ചിമാരാണ് ഈ വീട്ടിലുള്ളത്. അവളുടെ ചേച്ചിയുടെ ചടങ്ങ് നടക്കുമ്പോൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. അത് ഈ തറവാട്ടിൻ്റെ ഒരു മര്യാദയുമല്ല. എന്തായാലും ഈ ചടങ്ങിനകത്ത് നന്ദു പങ്കെടുക്കും. ഇതിനകത്ത് ഇനി കൂടുതൽ ആരും സംസാരിക്കുകയും വേണ്ട. അങ്ങനെ തന്നെയാണ് നടക്കാൻ പോകുന്നതെന്ന് പറയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, എന്താ അച്ഛൻ ഈ പറയുന്നത്? അനിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാ അവളെ ഇങ്ങോട്ട് വരുത്തുന്നതെന്ന് ഇങ്ങനെ ജാനകി ചോദിക്കുമ്പോഴത്തേക്കിനും എന്നെ ആരും കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട. എന്തായാലും ഇവിടുത്തെ തീരുമാനം പറഞ്ഞു, ഇതിനകത്ത് ഇനി ഒരു മറു അഭിപ്രായം ഇല്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അനാമികയാണെങ്കിൽ ജാനകിയുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, അമ്മേ നമുക്ക് ഈ പരിപാടി എങ്ങനെയെങ്കിലും കുളവാക്കണം എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനാമികയാണെങ്കിൽ നന്ദുവിനെ ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട് കേട്ടോ. നന്ദുവിനെ ഫോൺ എടുത്ത് വിളിച്ചിട്ട് നന്ദുവിനോടായിട്ട് പറയുന്നുണ്ട്. പിന്നീടാണെങ്കിൽ അനാമികയാണെങ്കിൽ ഫോൺ എടുത്തിട്ട് നന്ദുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. നന്ദുവിനെ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഇങ്ങോട്ടേക്ക് ആരൊക്കെയോ കുറേ പലഹാരങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടെന്ന് പറയുന്ന കേട്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ആരൊക്കെയോ അല്ല, എൻ്റെ അച്ഛനും അമ്മയായിട്ട് എൻ്റെ ചേച്ചിക്ക് പലഹാരമായിട്ട് അങ്ങോട്ട് വരുന്നത് എന്ന് പറയുമ്പോഴേക്കും അച്ഛനും അമ്മയും വന്നോട്ടെ, നീ ഇങ്ങോട്ട് വരാൻ പാടില്ല, അതിനാണ് ഞാൻ വിളിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ഞാൻ വരും, എൻ്റെ ചേച്ചിയുടെ ചടങ്ങാണ്, ഞാൻ വരിക തന്നെ എന്ന് പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, നീ വരുന്ന എന്തിനാണെന്ന് എനിക്കറിയാടി, നീ ചടങ്ങിനൊന്നുമല്ല, നീ അനിയുമായിട്ട് സംസാരിക്കാനും കാണാനും അല്ലേ വരുന്നത്, അതെനിക്കിഷ്ടമല്ല, നീ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നന്ദുവിന് നല്ല ദേഷ്യം വന്ന് നന്ദു അങ്ങോട്ടേക്ക് പറയുന്നുണ്ട് കേട്ടോ, എനിക്കറിയാം നിന്റെ അച്ഛൻ്റെ കയ്യിൽ കുറേ പൈസ ഉണ്ടെങ്കിൽ കുറേ കൂടി വാരി ഇറക്കി എനിക്ക് കൊട്ടേഷൻ തരാൻ പറ, അത് ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ചിലപ്പോൾ വരാതിരിക്കും, അത് നിന്നെ വേറൊന്നും ഓർത്തിട്ട് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല, നിന്റെ മുഖം കാണുന്നത് എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ചിലപ്പോഴാണ് ഞാൻ വരാതിരിക്കും, എന്നാലും ഞാൻ വരാൻ തന്നെ ശ്രമിക്കുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഭയങ്കര ദേഷ്യപ്പെട്ട് ഇങ്ങനെ അനാമിക തിരിയുമ്പോഴത്തേന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അനിയാണ് കാണുന്നത്. അപ്പോഴേക്കും അനി വയ്ക്കുന്നുണ്ട്, നീ എന്തിനാ അവളെ വിളിച്ചതെന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂടെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് അവളെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം, അവൾ ഇവിടെ വരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, അവളിവിടെ വരും എന്ന് പറയുമ്പോഴത്തേക്കിനും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ആണും പെണ്ണും കെട്ട ഒരുത്തനെയാണല്ലോ ഭർത്താവായിട്ട് കിട്ടിയെന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും ഭയങ്കര ദേഷ്യത്തോടു കൂടി പോകുന്നുണ്ട് അനാമിക. പിന്നീടായിട്ട് വോയിസ് ഇടുന്നുണ്ട് അനി, നന്ദു നീ എന്തായാലും വരണം, നിന്റെ സമീപം എനിക്ക് ഒരാശ്വാസം വരുന്നതാണ്, അതുകൊണ്ട് എന്തായാലും ചടങ്ങിന് നീ വരണമെന്നും പറഞ്ഞ് വിടുന്നുണ്ട്. വോയിസ് കേട്ട നന്ദു ആണെങ്കിൽ ഇങ്ങനെ ഒരുപാട് വിഷമമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് കനകയാണെങ്കിൽ ഇങ്ങനെ നന്ദുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, മോളെ എന്തായാലും നിന്നെ ചടങ്ങിന് കൊണ്ടുപോകണ്ടെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്, പക്ഷെ മുത്തശ്ശി വിളിച്ച് ഒരുപാട് നിർബന്ധിച്ചു നിന്നെയും കൊണ്ടുവരണമെന്ന്, നീ എന്തായാലും വരണം, പിന്നെ വന്നെന്നും പറഞ്ഞ് അനിയുമായിട്ട് കൂടുതൽ സംസാരിക്കാനോ കാണാനോ ഒന്നും പോകണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ മാറി ഒഴിഞ്ഞു നിന്ന് നിങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിട്ട് അനാമിക അവളുടെ അച്ഛനും കൂടി വെറുതെ വിടുന്നുണ്ടോ, പ്രശ്നങ്ങൾ കൂടുന്നല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ അവനെ ഞാനിപ്പോൾ മിണ്ടാത്തത് കാരണം മുഖം തിരിച്ച് നടക്കുന്ന കാരണം അനി ഒരുപാട് ഡിപ്രഷനിലാണ്, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല, എന്തായാലും ഞാൻ കാണുമ്പോൾ മിണ്ടും എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കിനും കനക ഇങ്ങനെ വിഷമിച്ച് ടെൻഷനോട് കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഈശ്വര, ജ്യോത്സ്യം പറഞ്ഞത് സത്യമാവുമോ എന്നിങ്ങനെ ഓർത്തിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ കനക. പിന്നീടായിട്ട് കാണിക്കുന്ന ഇങ്ങനെ നവ്യയുടെ അടുത്തേക്ക് ദേവയാനി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇനി നിന്റെ വീട്ടിൽ നിന്ന് കുറേ പലഹാരങ്ങളായിട്ട് ഇങ്ങോട്ടേക്ക് വരുമല്ലോ, അപ്പോൾ ഇവിടുത്തെ അന്തസ്സിനനുസരിച്ച് കുറേ പലഹാരങ്ങൾ ഇവിടെയും ഉണ്ടാക്കണമല്ലോ, നിനക്ക് എന്തൊക്കെയാണ് പലഹാരങ്ങൾ ഇഷ്ടം എന്ന് വെച്ചാൽ പറഞ്ഞോ, ഞാൻ ഉണ്ടാക്കി വെക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അതിന് വയ്യാത്ത വല്യമ്മായി അല്ലല്ലോ ഉണ്ടാക്കേണ്ടത്, ഇവിടെ കുഞ്ഞമ്മായിയും എനിക്കൊരു അമ്മായിയമ്മയും ഉള്ളതൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാം ഉണ്ടാക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കിനും അതൊന്നും എനിക്കറിയില്ല, ഞാനാണിപ്പോൾ അടുക്കളയിൽ കയറുന്നത്, നിനക്ക് എന്താണെന്ന് പറഞ്ഞാൽ
ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോഴത്തേന് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നും ഇല്ല എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. അപ്പോൾ അതങ്ങനെയല്ല, ഇവിടെ ഉണ്ടാക്കണമല്ലോ, അപ്പോൾ പിന്നെ നീ നിൻ്റെ ഇഷ്ടങ്ങളൊക്കെ അങ്ങ് പറഞ്ഞോ, ഞാൻ ചെയ്തോളാം. എനിക്ക് പിന്നെ വേറെ ആരും ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് എനിക്കിഷ്ടമില്ലാത്തത് കൊണ്ടാണ്, എനിക്ക് ഒരു ഗ്ലാസ് പാല് കുടിച്ചതിൻ്റെ പേരിലാണ് ഞാൻ അനുഭവിച്ചത്, അതുകൊണ്ട് എനിക്ക് ആരെയും വിശ്വാസമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, നയനയെ ഓർത്തിട്ടാണ് അമ്മായി ഇങ്ങനെ പറയുന്നതെങ്കിൽ അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പിന്നെ എനിക്കെടുത്ത് വെച്ച പാലല്ലേ അമ്മായി കുടിച്ചതെന്ന് പറയുമ്പോഴേക്കും അതൊന്നും എനിക്കറിയില്ല. ഇപ്പം എന്തായാലും നിനക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങൾ നീ എഴുതി പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ഞാനൊരു പേപ്പറിൽ എഴുതി തന്നേക്കാന്ന് പറഞ്ഞ് നവ്യ ഇങ്ങനെ പോകാൻ തിരിയുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, നിൻ്റെ ഒരു അനിയത്തി ഇവിടെ നിന്ന് ടൂറ് പോയിട്ടുണ്ടല്ലോ, അവൾ വരുമോ എന്ന് ചോദിക്കും. പിന്നെ എൻ്റെ അനിയത്തി ചടങ്ങിന് വരും എന്ന് പറയുമ്പോഴേക്കും അവൾക്ക് ഇഷ്ടമുള്ള പലഹാരം എന്താണെന്നും കൂടി ചോദിച്ചോ, ഞാൻ അതും ഉണ്ടാക്കി വെച്ചോളാം, ഇനി അവൾക്ക് ഉണ്ടാക്കി വെച്ചില്ലെന്നും പറഞ്ഞ് അവൾ ഇവിടുന്ന് പോവാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടിങ്ങനെ ഉള്ളിൽ ചിരിക്കുന്നുണ്ട് കേട്ടോ ദേവയാനി. എന്നിട്ട് ഇങ്ങനെ നവ്യ ഇങ്ങനെ ദേഷ്യപ്പെട്ട്, നവ്യക്കന്നെ നല്ല ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ അനിയത്തി കൊടുത്ത കരളിലാണ് ഇവർ ജീവിക്കുന്നത്, എന്നിട്ടാണ് ഈ തിളയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നവ്യ ദേഷ്യത്തോട് കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട്. ദേവയാനി ആണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ചിരിച്ച് നമ്മുടെ നയനയ്ക്ക് ഇഷ്ടമുള്ള ഫുഡ് പലഹാരം കൂടി ഉണ്ടാക്കി വെക്കാമല്ലോ എന്ന് കരുതി മനസ്സിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ദേവയാനിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.